ബേസിക്കലി എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. റിച്ച് ഇന്ത്യൻസ് ഗ്രൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോൾ എൻ്റെ 11th ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ ഒരു സെക്ഷൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരാനായിട്ട് സർവശക്തനായ ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു, ഈ ഒരു അവസരം എനിക്ക് കിട്ടിയാൽ. ഇത് എന്താണ് ഈ ഒരു ആശയം, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളിത് ഹബ്ബ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊറിയറിൽ നമ്മൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഈ ഒരു സെക്ഷന്റെ ഉദ്ദേശം. ഓക്കെ, ഇന്ന് നമ്മൾ ബേസിക് ആയിട്ട് ഈ കൊറിയർ ഹബ്ബ് എന്നുള്ള ഒരു ആശയമാണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയേറുന്ന ചെലവ് കുറഞ്ഞ ഒരു ബിസിനസ് അവസരമാണ് കൊറിയർ. കൊറിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പല വിധഭേദങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്പീഡ് ആൻഡ് സേഫ് പോലുള്ള കൊറിയർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡെലിവറി പോലുള്ള ഒരു കൊറിയർ സർവീസ് അല്ലെങ്കിൽ ഒരു ഡെലിവറി സംവിധാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എക്സ്പ്രസ് ബീൻ, അങ്ങനെ പല വേരിയന്റിൽ പല രീതിയിലുള്ള കൊറിയർ സംവിധാനങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ആകെ കൂടെ ഒരു മേജർ അതിന്റെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് ഇവരാരും തന്നെയല്ല, പകരം ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള കമ്പനികളുടെ കൊറിയർ കമ്പനികളാണ്, അവരുടെ ലോജിസ്റ്റിക്സ് കമ്പനികളാണ്. ATS, ആമസോൺ ATS സർവീസ്, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് എടുത്തു കഴിഞ്ഞാൽ കാർട്ട്, ഇങ്ങനെയുള്ള കമ്പനികളാണ് കൂടുതലും കൊറിയർ മേഖലയിൽ ഇവരിലേക്കൊക്കെ കൂടുതൽ ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. റിച്ച് ഇന്ത്യൻസ് മുന്നോട്ട് വെക്കുന്നത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ മോഡലിൽ മാത്രമല്ല അങ്ങനെ ഒരു കൊറിയർ സംവിധാനം റൺ ചെയ്യാൻ പറ്റും. നമുക്ക് കേരളത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ പറ്റും. പക്ഷെ ഒരു തുടക്കം എന്നുള്ള രീതിയിലേക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേക്കാണ് ഞാൻ ഈ പ്രസന്റേഷൻ പറയുക. എന്താണ് ഇതിന്റെ വലിയ സാധ്യത, അനന്ത സാധ്യതയാണ് ഒരു കൊറിയർ സംവിധാനത്തെ കുറിച്ച് പറയാനുള്ളത്. പക്ഷെ അതിന്റെ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് മാത്രം ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മളൊരു ഓർഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ കൊടുക്കുന്ന ഒരു അവസരം എന്താണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ മോഡലിൽ തന്നെയാണ് ഒരു ഭൂരിഭാഗം വെൻഡേഴ്സും ഉള്ളത്. അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ളവരുണ്ട്. ഈവൻ ഒരു ഫേസ്ബുക്ക്, അതുപോലെ തന്നെ വാട്സപ്പിലൂടെ സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ട് വിൽപ്പന നടത്തുന്നവരുണ്ട്. പക്ഷെ ഇവരൊന്നും ഈ പറയുന്ന ഫ്ലിപ്കാർട്ട്, ആമസോൺ മോഡലുള്ള ഈ കാർട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇതായിട്ടോ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പല അവർക്കുള്ള പരിമിതികളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ഉപകാരപ്പെടുത്താൻ പറ്റുക? നിങ്ങളുടെ നാട്ടിൽ ഒരു വീട്ടമ്മയാണെങ്കിൽ ആ വീട്ടമ്മ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ഡ്രസ്സ്, ഒരു ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് അവരൊരു ഡ്രസ്സിന്റെ കച്ചവടം അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിന്റെ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും? അവരെ നമുക്ക് എങ്ങനെ ഈ ഒരു കൊറിയർ സംവിധാനത്തോട് കൂടിയിട്ട് സഹായിക്കാൻ സാധിക്കും? നോർമൽ കൊറിയർ എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഇത് ഒരു കൊമേഴ്സ് ചെയ്യുന്ന, അവരുടെ തൊഴിൽപരമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു COD സംവിധാനം ഉണ്ടാകത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞ പ്രൊഫഷണൽ കൊറിയർ എടുത്ത് അവരെന്ത് ചെയ്യുക, COD സംവിധാനം ഉണ്ടോ? സ്പീഡ് ആൻഡ് സേഫിന് അങ്ങനെയുള്ള കമ്പനികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു CODയോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിട്ടേൺ പോളിസികൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു കൊമേഴ്സ് സംവിധാനത്തിന് ക്ലബ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം അവരുടെ കയ്യിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങളുള്ള കസ്റ്റമേഴ്സും ഉണ്ടാവില്ലേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഏരിയയിലൊക്കെ ചിലപ്പം ഡ്രോപ്പ് ഷിപ്പ് ചെയ്യുന്നവരുണ്ടാവും. ഒരു ബിസിനസ് മനസ്സിലാക്കിയിട്ട് ഇതെങ്ങനെയെങ്കിലും ഒരു ഓൺലൈനിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ആദ്യം ചർച്ച ചെയ്യപ്പെടുന്നത് എങ്ങനെ കൊറിയർ എങ്ങനെയാണെന്നുള്ളതാണ്. എങ്ങനെ നമ്മൾ ഓൺലൈനിലൂടെ ഒക്കെ ഓർഡർ എടുക്കുന്നത് സിമ്പിളാണ്, വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇനി സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങ് തുടങ്ങിയേക്കാം. പക്ഷെ എങ്ങനെ നമുക്കൊരു കൊറിയറിലേക്ക്, ഒരു നല്ല രീതിയിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരു കൊറിയറിലേക്ക് എങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും, അതിനെക്കുറിച്ചാണ് റിച്ച് ഇന്ത്യൻസ് മുന്നോട്ട് വെക്കുന്ന ഈ ഹബ്ബും കൊറിയർ പോയിന്റും എന്നുള്ള ആശയം വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കെട്ടിപ്പടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്ന ഒരു പുതുമയായിട്ടുള്ള ഒരു ആശയം കൂടിയാണ് ഈ കൊറിയർ സംവിധാനം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ വില കുറയ്ക്കുന്നു എന്നുള്ളത് നമ്മൾ ചുമ്മാ വാക്കാൽ പറഞ്ഞു കഴിഞ്ഞാൽ വില കുറയും. ഏതെങ്കിലും ഒരു ദിവാലിയോ അല്ലെങ്കിൽ ക്രിസ്മസോ വരുമ്പോൾ മാത്രം വില കുറയുന്ന ഒരു സംവിധാനം ഓൺലൈനിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ഓഫർ എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ തന്നെ യുണീക്കായിട്ട് എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വാങ്ങാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ്. അതിനെക്കുറിച്ച് ജസ്റ്റ് ബേസിക് ആയിട്ട് പറയുന്നത് മാത്രം. മാർക്കറ്റിംഗ് ടീം ഓരോ വീടാന്തരമാണ് നമ്മുടെ മാർക്കറ്റിംഗ് ടീം സെറ്റ് ചെയ്ത് ഓരോ വീട്ടിലേക്കാണ് അവർ ഓർഡർ എടുക്കാൻ ചെല്ലുന്നത്. സർവീസ് ആയിക്കോട്ടെ, അവർ ചിലപ്പോൾ കൊറിയറിന് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല പോകുന്നത്, പക്ഷേ അവരെടുക്കുന്ന ഓരോ ഉൽപ്പന്നത്തിന്റെ ഓർഡറും ഒരു പക്ഷേ നമുക്കും ഉപകാരപ്പെട്ടേക്കാം. സോ ഇങ്ങനൊരു കൊമേഴ്സ് പ്ലാറ്റ്ഫോമോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ റിച്ച് ഇന്ത്യൻ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്.
അതോടൊപ്പം തന്നെ നമ്മുടെ സെല്ലേഴ്സ് നമുക്ക് ഈ ഒരു ഓർഡറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡെലിവറി സംവിധാനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രാധാന്യം ഹബ്ബ് എന്നുള്ള രീതിയിൽ നമ്മളുടെ പ്രാധാന്യമായിട്ട് വരുന്നത്. ഓക്കെ, സോ ആദ്യം നിങ്ങൾ ഹബിനെ കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ കൊറിയർ പോയിന്റ് എന്താണെന്നും കൂടെ മനസ്സിലാക്കണം. നിങ്ങളുടെ 20 വില്ലേജിൽ നിങ്ങൾക്ക് തരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അസൈൻ ചെയ്യുന്ന 20 വില്ലേജിൽ ഒരു കടയ്ക്ക് മാത്രം ഒരു കളക്ഷൻ പോയിന്റ് പോലെ നിങ്ങളുടെ ഏരിയയിലുള്ള വീട്ടമ്മമാരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഏരിയയിലുള്ള കടകളായിരിക്കാം, അവർക്ക് ഓൺലൈനിലൂടെ കച്ചവടം ചെയ്യാനുള്ള സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവുള്ള വ്യക്തികൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ഏരിയയിൽ ഒരാൾക്കാണ് നമ്മൾ ഈ ഒരു കൊറിയർ പോയിന്റ് എന്നുള്ള രീതിയിലേക്ക് കൊടുക്കുന്നത്. കൊറിയർ പോയിന്റ് എടുക്കുന്നവർക്ക് വേണ്ടത് ഇത്ര മാത്രമാണ്, അവരൊരു ഷോപ്പ് അവരൊരു കളക്ഷൻ പോയിന്റ് ആയിട്ട് മാറ്റാം. അപ്പൊ അവരെ സംബന്ധിച്ച് പിക്കപ്പും പാഴ്സലും എല്ലാം കളക്ട് ചെയ്യുന്നത് ആ ഒരു പോയിന്റിലായിരിക്കും. നിങ്ങളെ ഹബിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന കൊറിയർ പോയിന്റ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ക്ലബ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് എയിം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കളക്ട് ചെയ്യുന്ന പാഴ്സൽസ് ഈ പറയുന്ന കൊറിയർ പോയിന്റുകളിൽ നിന്നായിരിക്കും. നിങ്ങൾ പോയിട്ട് അവരിന്ന് കൊറിയർ പോയിന്റിൽ നിന്ന് പോയിട്ടാണ് അത് കളക്ട് ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ ടെക്നിക്കലും പ്രാക്ടിക്കലുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ സെക്ഷനിൽ. ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കുന്നത്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു സെക്ഷൻ ആയിരിക്കും ഇനി പറയാൻ പോകുന്നത്. ഈ ബിസിനസ് എങ്ങനെയാണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒന്നിച്ചു നിന്ന് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കണം, ഡെലിവറി എന്ന് പറയുന്ന സംവിധാനത്തിൽ അല്ലെങ്കിൽ കൊറിയർ എന്ന് പറയുന്ന സംവിധാനത്തിൽ നമ്മളൊരു ഷോപ്പ് ഇതുപോലെ കൺവേർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഓഫ് കോഴ്സ് അവരുടെ ഏരിയയിലുള്ള ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഉള്ള ചെറുകിട കച്ചവടക്കാർ ചെയ്യുന്ന ഓർഡറുകൾ, ഒരു സാധാരണ നോർമൽ കൊറിയർ പോലുള്ള കവർ അല്ലെങ്കിൽ ഓഫീസിൽ നിന്നുള്ള കവറുകൾ, അങ്ങനെയുള്ള കവറുകൾ ഒരു വീട്ടിൽ നിന്നും അവർക്ക് വേറൊരു വീട്ടിലേക്ക് അയക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കൊറിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനങ്ങൾ. വെൻഡേഴ്സ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൊറിയർ കമ്പനിയിൽ ആദ്യമായി നമുക്ക് പറഞ്ഞ ഒരു സെറ്റപ്പാണ്, റിച്ച് ഇന്ത്യൻസിലൂടെ പറഞ്ഞു കേട്ട ഒരു സെറ്റപ്പാണ്. ഒരു കൊറിയർ കമ്പനി ആദ്യമായിട്ട് പറയാണ്, അതായത് നിങ്ങൾ കൊറിയർ അയച്ചോളൂ, ഞങ്ങളുടെ കൊറിയർ അയച്ചോളൂ, ആ അയക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ നമ്മളുടെ ടീമിലൂടെ തന്നെ അത് മാർക്കറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൊറിയർ അയക്കാം, കൊറിയർ നിങ്ങളുടെ ഓർഡറുകളായിരിക്കാം കിട്ടുന്നത്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ എടുക്കുന്ന ഓർഡർ ആയിരിക്കാം. പക്ഷെ റിച്ച് ഇന്ത്യൻസിലൂടെ ആ പ്രൊഡക്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് അതിന്റെ ലിസ്റ്റിംഗ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടാന്തരം പോയി മാർക്കറ്റ് ചെയ്യുന്നവർക്ക് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അവർക്ക് അവരുടെ ഓർഡർ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. സോ അതൊരു കൊറിയർ സംവിധാനം. നിങ്ങളൊരു നോർമൽ ഇപ്പോൾ ഒരു ഫ്ലിപ്കാർട്ട് ആമസോൺ മോഡലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പോലും വീടാന്തരം ചെന്ന് മാർക്കറ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നില്ല. നമുക്ക് ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റ് വേണമെന്നുമില്ല. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു 10 പ്രൊഡക്റ്റ് ഓരോ നിങ്ങളുടെ 20 വില്ലേജിലും ഉണ്ടെങ്കിൽ ഇതൊരു വലിയൊരു ബിസിനസ് ആയിട്ട് ഒരു നല്ലൊരു ചെലവ് കുറഞ്ഞ വരുമാനം കിട്ടുന്ന ബിസിനസ് ആക്കി മാറ്റാൻ പറ്റും. എങ്ങനെയാന്ന് നോക്കാം. സോ അതിന് ഉള്ള വരുമാന മാർഗമാണ്, അവർക്ക് കിട്ടുന്ന വരുമാന മാർഗമാണ് വെൻഡേഴ്സ് ടൈപ്പിലൂടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് സെല്ലേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫേസ്ബുക്ക് വാട്സപ്പിലൂടെ ഒക്കെ പോകുന്ന അങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്റ്റേജ് വൈസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പൈലറ്റ് റണ്ണിൽ നമുക്ക് നിലവിൽ ഡെലിവറി തന്നെയാണ് നോക്കിയത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഘട്ടം എത്തിയപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഏകദേശം 76 വില്ലേജുകളിൽ നമുക്ക് കൊറിയർ കളക്ഷൻ, ഇതുപോലെയുള്ള കളക്ഷൻ പോയിന്റ്സ് കൊണ്ടുവന്ന് അവർക്ക് ബില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഡെലിവറി പാർട്ട്ണറെ വെക്കാൻ പറ്റും. ഡെലിവറി പാർട്ട്ണറെ വെക്കുമ്പോൾ തന്നെ അവർക്ക് എൻഷുർ ചെയ്യണം, ഒരു 20-ഓ 30-ഓ ഏരിയയിൽ നിന്ന് എനിക്ക് കളക്ഷൻ ഉണ്ട്, പാഴ്സലിന് കളക്ഷൻ ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവർക്ക് എന്ത് ചെയ്യാം, കൊറിയർ ഡെലിവറി പാർട്ട്നേഴ്സിനെ വെച്ചുകൊണ്ടും അവർക്ക് ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കും. സോ എങ്ങനെയാണ് ഈ ബേസിക് കൺസെപ്റ്റ് ഇനി വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നോക്കാം. ഇതിന്റെ ഒരു മോഡൽ ബിസിനസ് ആണ്, ഒരു മോഡൽ രീതിയാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് 20 വില്ലേജുകളാണ് ഇതുപോലെയുള്ള വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള 20 വില്ലേജുകളിലുള്ള 20 ഷോപ്പുകൾ അല്ലെങ്കിൽ കൊറിയർ പോയിന്റുകളാണ് നിങ്ങൾ കണ്ടെത്തേണ്ട അല്ലെങ്കിൽ നിങ്ങളിലൂടെ കളക്ഷൻ എടുക്കപ്പെടേണ്ടത്. അതിനകത്ത് ഒരു വില്ലേജിൽ ഒരാൾക്കാണ് അവസരം. നിങ്ങൾക്ക് 20 വില്ലേജ് ഉണ്ടാവും. ആ വില്ലേജ് നിങ്ങൾക്ക് കൺവീനിയന്റ് ആവുന്ന വില്ലേജ് എടുക്കാം. ആ വില്ലേജുകളിൽ കൃത്യമായിട്ട് ഒരാൾക്ക് കളക്ഷൻ പോയിന്റ് പോലെ ഉണ്ടാവും. അയാൾ പോയിട്ടാണ് എല്ലാ ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങളെ അപ്രോച്ച് ചെയ്ത്, അതല്ലെങ്കിൽ അയാൾ പോയിട്ട് അയാളുടെ ഏരിയയിലുള്ള ഷോപ്പുകളെ അപ്രോച്ച് ചെയ്ത് 10-ഓ 20-ഓ 30-ഓ 50-ഓ പാഴ്സലുകൾ കളക്ട് ചെയ്യാം.
എന്നതിന് ശേഷം അത് അവിടെ കളക്ട് ചെയ്ത് വെക്കുന്ന സാധനം ഇതേപോലെയാണ് അതിന്റെ വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഹബ്ബ് എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ 20 ഏരിയയിലുള്ള വില്ലേജുകളിൽ നിന്നും നിങ്ങൾക്ക് ആ ഹബ്ബിലേക്ക്, നിങ്ങളുടെ ഹബ്ബിലേക്ക് പോയി കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ആദ്യത്തെ സ്റ്റേജിലൊക്കെ ചെയ്യുന്നത് ബൈക്ക് കൊണ്ടൊക്കെ തന്നെയാണ് ചെയ്യുക. ബൈക്ക് കൊണ്ട് ചെയ്തതിന് ശേഷം പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വലിയ വണ്ടിയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അപ്പം ഇലക്ട്രിക് ട്രക്കുകളൊക്കെ ഇറങ്ങുന്നുണ്ട്, ഇലക്ട്രിക് ട്രക്കുകളോ അങ്ങനെയുള്ളത് സ്റ്റേജ് ബൈ സ്റ്റേജിൽ പോകാം. ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. സ്റ്റാർട്ട് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലേക്ക് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രാജുവലി അതിന്റെ എണ്ണം കൂടുമ്പോൾ, അതിന്റെ വോളിയം കൂടുമ്പോൾ അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാൻ പറ്റുന്ന, അങ്ങനെ ഒരു ലോങ് ടേം വിഷനിൽ കാണാൻ പറ്റുന്ന ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്സാണ് കൊറിയർ പോയിന്റ്, കൊറിയർ ഹബ്ബ് എന്ന് പറയുന്നത്. സോ ഇത് ഞാനിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ബേസിക് കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു. ഇനി ഇതിന്റെ പ്രാക്ടിക്കലും ടെക്നിക്കലും ആയിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് നമ്മൾക്കിത് കണ്ടെത്തേണ്ടത്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. അതിനകത്തേക്ക് എങ്ങനെ പ്രാക്ടിക്കലിയും ടെക്നിക്കലിയും ഇത് ചെയ്യാമെന്നുള്ളത് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഹോൾഡ് എ സെക്കൻഡ്. ഞാൻ ഇപ്പോൾ നിലവിൽ ഈ ഒരു സംവിധാനത്തേക്ക് വരുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിന് മുന്നേ എന്ത് വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാവാം എന്നുള്ള ഒരു കാര്യത്തേക്ക് നമുക്ക് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. സോ ഞാനിവിടെ ഏറ്റവും മിനിമം പാഴ്സൽ, ഏറ്റവും നമ്പർ ഓഫ് പാഴ്സൽ 20 കൊറിയർ പോയിന്റ് ആണ് നമുക്ക് കളക്ഷനിലേക്ക് എടുക്കേണ്ടത്. ഓക്കെ, ഒരു കളക്ഷനിലേക്ക് ഒരു കൊറിയർ പോയിന്റ് എടുക്കുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അവർക്ക് വാക്കിംഗ് കസ്റ്റമേഴ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ അവരുടെ ഡെലിവറി പാർട്ട്നേഴ്സ് പോയി കളക്ട് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഏരിയയിലുള്ള വെൻഡേഴ്സ്, അവർക്കുള്ള ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ നടത്തുന്നവർ, അതിന് API ഉൾപ്പെടെയുള്ള സർവീസസ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉള്ളവരുടെ നിന്നുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം. സോ ഏതൊക്കെ തരത്തിലാണ് എന്നുണ്ടെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഓർഡർ, ഒരു നമ്പർ ഓഫ് ഓർഡർ നോക്കുവാണെങ്കിൽ ഒരു ഏറെക്കുറെ ഒരു വില്ലേജിൽ നിന്ന്, ഒറ്റ വില്ലേജിൽ നിന്ന് നമുക്ക് ഒരു 40 ഓർഡർ എങ്കിലുമാണ് നമുക്ക് ഒരു ദിവസം പാർക്ക് ചെയ്യപ്പെടേണ്ടത്. ഓക്കെ, ഇത് ഒറ്റയ്ക്ക് ഇപ്പൊ ഞാനിവിടെ ഇന്ന് പറഞ്ഞുകൊണ്ടാവുന്ന കേസല്ല, ഗ്രാജുവലി ചെയ്യാം. എന്തിനാണ് ഈ ഒരു 40 എന്നുള്ളത്? ഒരു 5200 എങ്കിലും കിട്ടിയാലല്ലേ ഒരു മാസം. അവർക്ക് വേറെ ബിസിനസ് ഉണ്ട്, കാരണം നിലവിലുള്ള കട തന്നെയാണ് അവർ കൊറിയർ പോയിന്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർ 5200 രൂപ അവർക്ക് വരുമാനം കിട്ടുന്ന, മാസ വരുമാനം കിട്ടുന്ന, ഒരു സൈഡ് വരുമാനം കിട്ടുന്ന ഒരു രീതിയാണ് നമ്മുടെ കൊറിയർ പോയിന്റ് എന്നുള്ളത്. അപ്പോൾ ആ കൊറിയർ പോയിന്റിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 20 കൊറിയർ പോയിന്റ് ആണ് കളക്ഷന് കിട്ടുക. 20 വില്ലേജിലുള്ള 20 കൊറിയർ പോയിന്റ് ആണ് നമുക്ക് കിട്ടുക. സോ ഈ ഒരു കൊറിയർ പോയിന്റിൽ നിന്ന്, 20 കൊറിയർ പോയിന്റിൽ നിന്ന് 40 എന്നുള്ള കണക്കെടുക്കാം. ഇനി ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് അവിടുന്ന് ഡെയിലി ബേസിസിലാണെങ്കിൽ പോലും ഒരു ഡെയിലി ബേസിസിലാണെങ്കിൽ പോലും ഒരു 40 എന്നുള്ളത് നമുക്ക് സാധ്യമാവുന്ന ഒരു ഫിഗർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് സാധ്യമാവുന്ന ഒരു ഫിഗറാണ് ഒരു 40 എണ്ണം എന്നുള്ളത്. ഇതിന്റെ ടോട്ടൽ മന്ത്ലി ഇൻകം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം കമ്മീഷനാണ്. വെയിറ്റ് അടിസ്ഥാനത്തിൽ ഇതിന്റെ മാറ്റം ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു 6 മാസം കൊണ്ട് ഈ ഒരു ഫിഗർ സാധ്യമായാൽ നമുക്ക് 1,04,000 രൂപ എന്ന് പറയുന്നത് മന്ത്ലി ഒരു വരുമാനമായിട്ട്, മന്ത്ലി വരുമാനം കിട്ടാൻ 1,04,000 രൂപ മാസം വരുമാനം കിട്ടാനായിട്ട് എത്ര രൂപ മുടക്കേണ്ടി വരും എന്നുള്ളത് വേറെ ചോദ്യം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മുടക്ക് എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കോർഡിനേഷൻ ആണ്, നമ്മുടെ ഒരു ടീം വർക്കാണ്. ചില ആൾക്കാർ ഇത് കാണുമ്പം നമ്മളെ കല്ലെറിയാനുണ്ടാവും. നമ്മുടെ ഈ ഒരു പീപ്പിൾ ഫ്രാഞ്ചൈസി ബിസിനസ് ആണിത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വേണം നമ്മൾ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ. സോ അതിന് തക്കോണമുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഒരു സപ്പോർട്ടാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കൊറിയർ ഹബ്ബിലേക്ക് നിങ്ങൾക്ക് ചുവടുവെക്കാം. എങ്ങനെയൊക്കെയാണ് അതിന്റെ സാധ്യത, എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തേക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റുക, എങ്ങനെയാണ് അതിൻ്റെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ മീറ്റിംഗിന്റെ അവസാനം വരെ നിങ്ങൾ കാണുക. അതിന് കൃത്യമായിട്ടുള്ള മറുപടികളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ ജെനുവിൻ ആണ്. ഒരു 20 ഹബ്ബിൽ നിന്നും 20 ഇനിയിപ്പോ ഇല്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു 10 എണ്ണം വന്നുള്ളൂ, ഒരു 10 ഹബ്ബ് മാത്രമേ ചാലായുള്ളൂ, അല്ലെങ്കിൽ 10 ഹബ്ബാണ് തുടക്കത്തിൽ ചാലായുള്ളൂ, അല്ലെങ്കിൽ ഒരു 5 ഹബ്ബാണ് ആദ്യം ആയത്, പിന്നെ ഗ്രാജുവലി തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ബാക്കി എല്ലായിടത്തും കൂടെ ആയി. എങ്ങനെ വന്നാൽ പോലും നിങ്ങൾക്ക് ഒരു കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ടോ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് മന്ത്ലി ഒരു 52,000 രൂപ എന്നുള്ള ഒരു സ്ഥിര വരുമാനത്തിലേക്കാണ്. സോ ഇതിന് സാധ്യതകൾ നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കുക. നമ്മൾക്ക് നമ്മുടെ ഏരിയയിൽ ഇ കൊമേഴ്സ് രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടോ?
ഞാൻ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന വില്ലേജിൽ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും വീട്ടിലിരുന്നും അല്ലാതെയും കടകളിൽ നിന്ന് കച്ചവടം ചെയ്യുന്നവരുണ്ടോ? ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഈ ഒരു കൊറിയറിന്റെ ഈ ഒരു സാധ്യതയും കൂടെ നമ്മൾ ചെയ്തു നോക്കും. ഒരു പക്ഷേ B2B ചെയ്യുന്നത് തന്നെ ആയിരിക്കാം അവർ തന്നെ ചെയ്യുന്ന ഒരു പോയിന്റുകളായിരിക്കാം നമ്മളും ചെയ്യുന്നത്. B2B എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ നമ്മളുടെ ഹബിൽ നിന്ന് മറ്റൊരു ഹബിലേക്ക് എടുത്തു കൊടുക്കുന്ന ജോലി നമ്മൾ ഓൾറെഡി വേറൊരു തേർഡ് പാർട്ടിനെ കൂടെ ചെയ്യുന്നത്. ആ ജോലി ചെയ്യുന്നവരിലേക്കായിരിക്കും ഡയറക്റ്റ് ഇവർക്ക് കൊടുക്കുന്നത്. ഡെലിവറി ആവാം, അല്ലെങ്കിൽ ഏത് കമ്പനി ആയിക്കോട്ടെ. പക്ഷേ നിലവിൽ ആ ചെയ്യുന്ന രീതിയിൽ ഒരു 20% മാത്രമാണ് അവരുടെ ഉത്തരവാദിത്തമുള്ളൂ. അതായത് B2B മാത്രമാണ് അവർ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള B2C എങ്ങനെയൊക്കെയാണ്? ഫോർ പിക്കപ്പ്. പോയി ഒരു വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നത് ആരായിരിക്കും? റിച്ച് ഇന്ത്യൻസിന്റെ സോഫ്റ്റ്വെയറും റിച്ച് ഇന്ത്യൻസിന്റെ സംവിധാനമായിരിക്കും. ഒരു വീട്ടിൽ പോയി പിക്ക് ചെയ്ത് അത് കൊറിയർ പോയിന്റിലേക്ക് എത്തുന്നത് വരെ ഏത് സിസ്റ്റമാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അത് റിച്ച് ഇന്ത്യൻസിന്റെ സിസ്റ്റം തന്നെയായിരിക്കും അത് മാനേജ് ചെയ്യുന്നത്. ആ കൊറിയർ പോയിന്റിൽ നിന്നും ഹബിലേക്ക് എത്തുന്നത് ഏത് സിസ്റ്റം ആയിരിക്കും മാനേജ് ചെയ്യുന്നത്? അതും റിച്ച് ഇന്ത്യൻസിന്റെ സിസ്റ്റം തന്നെയായിരിക്കും മാനേജ് ചെയ്യുന്നത്. ഹബിലേക്ക് എത്തിയ സാധനം മറ്റൊരു ഹബിലേക്ക് കൊണ്ടുവരാനായിട്ടായിരിക്കും അതായത് സിംഹഭാഗവും ഇതിന്റെ പ്രോസസ്സ് കൈയാളുന്നത് അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്നത് റിച്ച് ഇന്ത്യൻസിന്റെ ഗ്രൂപ്പ് തന്നെയായിരിക്കും. നമ്മളുടെ ഈ ഓരോരുത്തർ വ്യക്തികൾ തന്നെയായിരിക്കും. അതിനകത്ത് ഇപ്പൊ ഈ മീറ്റിംഗിൽ തന്നെ ട്രിവാൻഡ്രത്ത് നിന്നുള്ളവരുണ്ടാവാം, പാലക്കാട് നിന്നുള്ളവരുണ്ടാവാം, അതുപോലെ തന്നെ കാസർഗോഡ് നിന്നുള്ളവരുണ്ടാവാം. സോ ഈ മീറ്റിങ്ങുകളിൽ തന്നെ നമുക്ക് എടുക്കേണ്ട ആദ്യത്തെ ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലക്കാട് നിന്നോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തു നിന്നോ കാസർഗോഡിലേക്ക് ഒരു സാധനം വരുമ്പോൾ അപ്പുറത്തുള്ളതും നമ്മുടെ ഒരു നെറ്റ്വർക്ക് മെമ്പറാണ്, നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്, അല്ലെ? ഈ ഫാമിലി മെമ്പർ തന്നെയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വലിയൊരു നെറ്റ്വർക്ക് സിസ്റ്റമാണ് നമ്മൾ ഇത്രയും വലിയൊരു സാധ്യതകൾ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നാടിന് വേണ്ടി കൊടുക്കാൻ പറ്റുക. സോ ഇതിനെ ഒത്തുചേർന്ന് നിൽക്കാനായിട്ട് പൂർണ്ണ സമ്മതമുള്ള അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ള വ്യക്തികൾ മാത്രമാണ് ഇതിനകത്തേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത്. അതിനകത്തേക്ക് വേണം നമ്മൾ ഒരു കൂടുതൽ കാര്യക്ഷമതയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബൈക്ക്, സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ആയാലും മതി. നിങ്ങൾക്ക് നിങ്ങളുടെ വില്ലേജിലേക്ക് പോയിട്ട് ആ കൊറിയർ പോയിന്റിലേക്ക് പോയിട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ ടെനറ്റ് വോളിയം എത്രയാണെന്നുള്ളത്. അതായത് നമ്മുടെ സിസ്റ്റം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും ഇന്ന് ഞാൻ കളക്ട് ചെയ്യേണ്ട വെയിറ്റ് എത്ര തന്നെ ആയിരിക്കും എന്ന്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പ്രാക്ടിക്കലി നടക്കുന്നത്, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കൊറിയർ ഹബ്ബ് മാനേജ് ചെയ്യാനായിട്ടുള്ള സമയം അത് നിർബന്ധമായിട്ട് വേണം. ഇപ്പൊ ഞാൻ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹബ്ബ് എല്ലാം നല്ല രീതിയിൽ ഇതുപോലെയൊക്കെ പറഞ്ഞിട്ട് എടുത്തു. അങ്ങനെ എടുത്ത ഒരു വ്യക്തി എന്നോട് 4 മാസത്തിനിപ്പുറം അല്ലെങ്കിൽ 3 മാസത്തിനിപ്പുറം എൻ്റെ അടുത്ത് പറയാണ്, സാർ ഞാൻ 10 മണി വരെ എൻ്റെ ഷോപ്പിൽ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ഷട്ടർ ഇടും. രാവിലെ 10 മണി ആട്ടോ, വൈകുന്നേരം അല്ല. അത് കഴിഞ്ഞാൽ ഞാൻ ഷട്ടർ ഇടും, പിന്നെ ഞാൻ ഷോപ്പിൽ ഉണ്ടാവില്ല. വൈകുന്നേരം ഞാനൊരു 8:30 ആകുമ്പോൾ പിന്നെ വേണമെങ്കിൽ ഷോപ്പിൽ വരാം. കാരണം ഇത് ഹബ്ബ് എടുത്തതിന് ശേഷമുള്ള കാര്യമാണ് കേട്ടോ. ഇത് അവരുടെ ആദ്യത്തെ തീരുമാനം അല്ലത്, ഫസ്റ്റ് തന്നെ. അപ്പൊ ഈ ഇടയിൽ, അതായത് അവർക്ക് വേറെ ജോലിയുണ്ട്, ആ ജോലിയുടെ ഇടയിൽ ഈ ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ നോക്കൂ, നിങ്ങളൊന്ന് നോക്കൂ. ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഇത്രയും കളക്ഷൻ എടുത്ത് വരാനുള്ള ഒരു സമയം, ഏകദേശം ഒരു സമയം എന്ന് പറയുന്നത്, നമുക്കൊരു 20 വില്ലേജ് ചാലായി വരാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് ചുരുങ്ങിയത് 4 മാസമായിരിക്കും, അല്ലെങ്കിൽ ഒരു 3 മാസമോ അല്ലെങ്കിൽ ഒരു 6 മാസമോ, ഈവൻ ചിലപ്പോൾ 20 തന്നെ ഫില്ല് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു 6-7 മാസമായിരിക്കും. പക്ഷെ എന്തിനും കൂടെ വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഒരു സാധ്യത മനസ്സിലാക്കി അതിന്റെ വരുമാന സ്രോതസ്, അതിൽ നിന്നുള്ള വരുമാന രീതി എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ, പക്ഷെ എന്നിരുന്നാലും നമുക്ക് 1 ലക്ഷം രൂപ മാസം വരുമാനം ലഭിക്കാൻ തക്കോണമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കൊറിയർ എന്ന് മനസ്സിലാക്കി അതിനകത്തേക്ക് അധ്വാനിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പ്രോസസ്സ് നടക്കുക. അപ്പൊ ഇത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് കൃത്യമായിട്ടൊരു ടൈം ഉണ്ടാവണം ഇത് മാനേജ് ചെയ്യാൻ. നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങൾക്ക് മറ്റുള്ള തിരക്കുകളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ചെയ്യാമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഹബ്ബ് എടുക്കുന്നവര് കൃത്യമായിട്ടൊരു റെഗുലാരിറ്റി ഉണ്ടാക്കണം. അവരുടെ കൊറിയർ പോയിന്റിൽ പോയിട്ട് കളക്ട് ചെയ്യാൻ പറ്റണം. ആ കൊറിയർ പോയിന്റിൽ പോയി കളക്ട് ചെയ്യുമ്പോൾ ആ കൊറിയർ പോയിന്റിലുള്ള വ്യക്തികളുമായിട്ട് നല്ല ഇന്ററാക്ഷനോട് കൂടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഏരിയയിൽ. ഇപ്പൊ നമ്മൾ പോകുന്ന എല്ലാ വില്ലേജസും ഒരേപോലെ പെർഫോം ചെയ്യണമെന്നില്ല, അല്ലെ? ക്ലാസ് റൂം ആകുമ്പോൾ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്ക് ഒക്കെ കുറച്ച് ആൾക്കാർക്കും ബാക്കിയുള്ളവർ ആവറേജ് ഒക്കെയാണ്. ബാക്ക് ബെഞ്ചസും ഉണ്ടാവും. ഞാൻ തോൽവിക്കാരെന്ന് പറയുന്നില്ല, ബാക്ക് ബെഞ്ചസ് തോൽവിക്കാരല്ല ഒരിക്കലും. അപ്പോൾ ബാക്ക് ബെഞ്ചസും ഉണ്ടാവാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ നോക്കേണ്ട കാര്യം എത്രയാണ്,
നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ വില്ലേജിൽ പോയി അവരുടെ ആ ഷോപ്പിലേക്ക് തൊട്ടടുത്തുള്ള ഷോപ്പുകളും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങളുമായിട്ട് അവർക്ക് കച്ചവടത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ള ഒരു വ്യക്തിക്കായിരിക്കണം നമുക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് ഇപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ടെലികോളേഴ്സ് ഉണ്ടാവും, നമ്മുടെ തന്നെ ഫ്രാഞ്ചൈസി അഡ്വൈസേഴ്സ് എന്ന് പറയുന്നത് വെരി ടാലന്റഡ്, വളരെ അഗ്രസീവ് ആയിട്ട് ഈ ഒരു കൺസെപ്റ്റ് കേരളത്തിൽ അങ്ങോളം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ മുഖാന്തരമായിരിക്കും വരുന്നത്. പക്ഷേ അൾട്ടിമേറ്റ് ഈ പറയുന്ന 20 കൊറിയർ പോയിന്റിൽ നിന്നുള്ള വരുമാനം ആർക്കാ? അവർക്കൊന്നും ആയിരിക്കില്ല. അവർ ജസ്റ്റ് റഫറിൽ നിങ്ങൾക്ക് ഒരു ലീഡ് എടുത്തു തന്നു, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ഒരു ലീഡ് എടുത്തു തന്നു, ആ ലീഡ് പ്രകാരം അവർക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു, അവര് പേയ്മെന്റ് അടച്ച് അവരുടെ എഗ്രിമെന്റ് ആയി കളക്ഷനും ബില്ലിങ്ങും തുടങ്ങി. ബട്ട് സ്റ്റിൽ നിങ്ങളാണ് അതിന്റെ അതോറിറ്റി. കാരണം 20 കൊറിയർ പോയിന്റിൽ നിന്നും ഏതെങ്കിലും കൊറിയർ പോയിന്റ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ വന്നോ, അല്ലെങ്കിൽ അവരുടെ താൽക്കാലികമുള്ള സാഹചര്യങ്ങൾ പലതാവാം. ഹോസ്പിറ്റൽ കേസ് ആവാം, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുന്നതാവാം, അതല്ലെങ്കിൽ ഇനി പോലീസിൽ ജോലി കിട്ടി പോകുന്നതാവാം. എന്തായാലും ശരി, നമ്മളെ സംബന്ധിച്ച് നമുക്ക് പോലീസിൽ ജോലി കിട്ടിയിട്ടില്ലല്ലോ, നമുക്ക് ഇവിടെ തന്നെയല്ലേ നിൽക്കേണ്ടത്. അപ്പം നമ്മളെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അങ്ങനെയുള്ള ഒരാളല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾ കറക്റ്റ് ആക്കി തരികയും അത് കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾക്കാരെയാണ് നിങ്ങൾ കാരണം ഇത് ഞാൻ ഇപ്പൊ തുടക്കം തന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊറിയർ പോയിന്റ് എടുത്ത് അതിനകത്ത് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവര് പതുക്കെ അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ ഇങ്ങനെ വിളിച്ച് വെറുതെ ആവശ്യമില്ലാത്ത കുറെ കുശുമ്പും അതും ഇതൊക്കെ പറയും. കാരണം പീപ്പിൾ ഫ്രാഞ്ചൈസിയാണ്, ആൾക്കാർ തമ്മിൽ ചേർന്ന് നിൽക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യാം? സെറ്റിൽ ഡൗൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് അതിനകത്തൊന്നും വലിയ റോളൊന്നും ഇല്ല. അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് വോളിയം തരും, നമുക്ക് എത്ര വോളിയം തരും, ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ 20 വില്ലേജ് നിങ്ങൾക്ക് ഉണ്ടാവും. ആ 20 വില്ലേജ് കമ്പനിയുടെ എഗ്രിമെന്റ് ആക്കുക. ആ 20 വില്ലേജ് ആണ് നിങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് മറ്റൊരാൾക്ക് ആ ഒരു വില്ലേജിൽ നിന്ന് കളക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മാത്രമായിരിക്കും ആ 20 വില്ലേജും കളക്ഷൻ എടുക്കാൻ പറ്റുന്നത്. ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊറിയർ സാധ്യത അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തുടങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ ഇപ്പോൾ മുൻതൂക്കം കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നതൊക്കെ. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി അതിനകത്തുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യം തന്നെ നിങ്ങൾ കൊറിയർ പോയിന്റ് എന്താണെന്നുള്ളത്, കാരണം വെച്ചാൽ ആഫ്റ്റർ ഓൾ വി റിലൈ ടു ദം, അവരാണ് നമ്മളുടെ കൊറിയർ പോയിന്റ് ചാലാക്കുന്നത്. ഇത് നമ്മുടെ ഒരു കൊറിയർ പോയിന്റിന്റെ ഒരു ഡാഷ്ബോർഡ് ആണ്. ഓക്കെ, ഇതിനകത്തേക്ക് കൃത്യമായിട്ട് നമ്മൾ ഇപ്പൊ ഒരു ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ബില്ലിംഗ് വരുന്നത് നോക്കാം. വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് അവരുടെ വാക്കിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ അവർ വരുമ്പോൾ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫോം ഉണ്ടാവും. അത് അവർക്ക് ബില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ബില്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബില്ലിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈമറി റിക്വസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ബില്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ DP വാക്കിംഗ് റിക്വസ്റ്റ് ഉണ്ടാവും, അതായത് ഡെലിവറി പാർട്ട്നേഴ്സ് പോയി കളക്ട് ചെയ്യുന്നുണ്ടാവും. അതിനൊന്നും ഫോം ഫില്ലിംഗ് ഒന്നും ഇല്ല. ഫോം ഫില്ലിംഗ് എപ്പോഴാണ് ഉള്ളത്? അവരുടെ കടയിലേക്ക് ആരെങ്കിലും വന്നാൽ മാത്രമാണ് ഫോം ഫില്ലിംഗ് ഉള്ളത്. വെൻഡർ പിക്കപ്പ് റിക്വസ്റ്റ്, ഇവർക്ക് വെൻഡേഴ്സുമായിട്ട് ടൈപ്പ് ചെയ്ത്, ഇതെല്ലാം ഘട്ടമായിട്ട് തുടങ്ങുന്ന സർവീസസ് ആണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയറും ഈ ഒരു പ്ലാനും ഈ ഒരു പദ്ധതി എല്ലാം നമ്മൾ റൺ ചെയ്യുന്നത്. സോ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കളക്ഷൻ പോയിന്റുകളായിട്ട് വർക്ക് ചെയ്യും, അവരുടെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുക. അതിനുശേഷമുള്ള അവർക്ക് എന്തൊക്കെ ചെയ്യാം? ഡെലിവറി പാർട്ട്നേഴ്സിനെ വെച്ചുകൊണ്ട് ഓർഡർ കൂട്ടാം, വെൻഡേഴ്സ് ടൈപ്പ് അത് തുടക്കം തന്നെ കൊണ്ടുവരാൻ പറ്റും. ഒരു തുടങ്ങി അവരുടെ പിക്കപ്പ് റെഗുലർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കമ്പനി തന്നെ നേരിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പല API ടൈപ്പുകളും വെബ്സൈറ്റുകളുള്ളവരോടടുത്ത് ഈ പറയുന്ന കൊറിയർ സംവിധാനത്തെ കുറിച്ച് കാണും. കാരണം അവർക്ക് എളുപ്പം ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരുടെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഓവർകം ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് തക്കോണം ഒരു പ്ലാനും പദ്ധതിയുമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നതും അത് കൃത്യമായിട്ട് കൊണ്ടുവരാൻ നോക്കുന്നതും. സോ ഇത് നമ്മളൊരു സെൻഡ് ടു ഹബ് ലിസ്റ്റിലേക്കാണ് ഒരാൾ അയക്കുന്നത് എന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ ബില്ലിംഗ് നടന്നിരിക്കുന്ന ഏതൊക്കെയാണോ കേസസ്, ആ ബില്ലിംഗ് അവർ സെലക്ട് ചെയ്യും. 7-ാം തീയതി ആണോ അല്ലെങ്കിൽ 8-ാം തീയതി ആണോ, ഏത് ബില്ലിംഗ് ആണോ അവർ ചെയ്തിട്ടുണ്ടാവുക ആ ഡേറ്റ് അവർ സെലക്ട് ചെയ്യും. ഒരു ഡേറ്റിൽ ഇപ്പൊ ഇന്ന് ബില്ലിംഗ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ കാലിയായിരിക്കും, ഇങ്ങനെ കാലിയായിട്ടാണ് വരിക. പക്ഷെ ഇന്ന് ബില്ലിംഗ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഒരു ദിവസം അല്ലെങ്കിൽ എത്ര ദിവസം വരെയുള്ള ബില്ലിംഗ് ആണ് അവർക്ക് ചെയ്യാൻ പെൻഡിങ് ഉള്ളത്, അത് നോക്കിയിട്ടായിരിക്കും അവർ കൃത്യമായിട്ട് അത് ഒരു ഡേറ്റ് വൈസ് ഫിൽട്രൈസിങ് ചെയ്യുന്നത്. ഇനി ഇത് അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരിട്ട് അവർക്ക് അയക്കാം. ഇപ്പം നിങ്ങൾക്ക് ഹബ് ഇല്ലാത്ത കേസുകളും കൊറിയർ പോയിന്റിന് എന്ത് ചെയ്യാം? നേരിട്ട് B2B തന്നെ നേരിട്ട് അവർക്ക് കൊടുക്കാം. അല്ലാതെ ഇത് ഹബ് നിർബന്ധമായിട്ട് വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഹബ് ഉള്ള കേസസിൽ അവർക്ക് എങ്ങനെയാ കാണുള്ളൂ? ഹബ് ഉള്ള കേസസ് ആണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും ഒരു കൊറിയർ ഹബ്ബിലേക്ക് മാത്രമാണ് അവരുടെ സാധനങ്ങൾ അയക്കാൻ പറ്റുള്ളൂ. സോ സെൻഡ് ടു ഹബ് ലിസ്റ്റ് എടുക്കുക, നിങ്ങളിലേക്ക് അവർ ഫിൽട്ടർ ചെയ്യുക,
ഈ ഫിൽട്രേഷനിൽ വരുന്ന എത്ര കേസസ് ഉണ്ടോ, എത്ര ഓർഡേഴ്സ് ഉണ്ടോ, ആ ഓർഡർ ഡേറ്റ് വൈസ് ഫിൽട്ടർ ചെയ്യുക, നിങ്ങളിലേക്ക് ഒരു OTP എടുത്ത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് ഇവർ ചെയ്യുന്ന പ്രോസസ്സ്. ഇനി എന്താണ് നിങ്ങളുടെ പാർട്ടിൽ നോക്കുക. അപ്പോൾ ഇവരെ കൊറിയർ പോയിന്റിൽ ഇങ്ങനെ ഒരു സംവിധാനം സെൻഡ് ടു ഹബ് ലിസ്റ്റിലേക്ക് എടുത്തു ചെയ്ത് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഹാൻഡ് ഓവർ ലിസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന DP വാക്യൂം പിക്കപ്പ്, നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഡെലിവറി പാർട്ണർ എവിടെ നിന്നൊക്കെ പോയി കളക്ഷൻ എടുത്ത്, ഏതൊക്കെ കളക്ഷൻ എടുത്തിട്ടില്ല, ഇന്ന് ഏതൊക്കെ ഷോപ്പിൽ അവർ പോയിട്ടില്ല, എല്ലാ വിവരങ്ങളും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. സോ സെക്കൻഡറി ഓർഡർ ലിസ്റ്റ്, ഇതാണ് ഇപ്പൊ പ്രൈമറിയിൽ ഞാൻ പറഞ്ഞ വരുമാനം എന്താണോ അതിന്റെ 3 ഇരട്ടി വരുമാനമെങ്കിലും നമുക്ക് സെക്കൻഡറിയിൽ കിട്ടും. ഇതെങ്ങനെയാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ 20 വില്ലേജിലേക്ക് ഡെലിവറിക്കും പിക്കപ്പിനും പൈസ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് പിക്കപ്പിന്റെ കാര്യം മാത്രമാണ്. എങ്ങനെയൊക്കെ പിക്കപ്പ് ചെയ്യാമെന്നും എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പിക്കപ്പ് കൊണ്ടുവരാൻ പറ്റുന്നതെന്നുള്ളതെല്ലാം പറഞ്ഞു. പക്ഷേ ഡെലിവറിയോ, 20 വില്ലേജിലെ ഏതെങ്കിലും ഒരു കസ്റ്റമർ അവരുടെ വാട്സപ്പ് മുഖാന്തരോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മുഖാന്തരോ കേരളത്തിലുള്ള മറ്റ് ഹബ്ബുകളുള്ള ഏരിയയിൽ നിന്ന് ഓർഡറുകൾ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളിലൂടെയാണ് ആ ഏരിയയിലേക്ക് ഡെലിവറി ആവുക. ആ സമയത്ത് നമുക്ക് വരുന്ന ഓർഡേഴ്സ്, ഇപ്പൊ നിങ്ങൾക്ക് 20 വില്ലേജേ ഉള്ളൂ, പക്ഷേ 1600 വില്ലേജിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവുമെന്നുള്ളതാണ് ഈ ഗെറ്റ് ടുഗദറിന്റെ, ഈ ഒരു ആശയത്തിന്റെ ഏറ്റവും നല്ല ഒരു അവസരം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആദ്യം തന്നെ ഇത് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നതിന്റെ കാരണം, നമ്മളുടെ ഈ ഒരു ഫാമിലി, ഈ ഒരു നെറ്റ്വർക്ക്, ഈ ഒരു ബിസിനസ് നെറ്റ്വർക്ക്, ഇതൊരു ബിസിനസ് നെറ്റ്വർക്കാണ്. കൊറിയർ നെറ്റ്വർക്കിനേക്കാളും വലുതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ബിസിനസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഏരിയയിലുള്ള എല്ലാ കച്ചവടക്കാരെയും നമുക്ക് ഇതിനകത്തേക്ക് കോർക്കാൻ പറ്റും. അത് ഓരോ പതുക്കെ രീതിയിലേക്ക് നമുക്ക് ചെയ്താൽ മതി. മേ ബി അവർ നമ്മളോട് കൂടുവോ ഇല്ലയോ, പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ 20 വില്ലേജിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10ഓ 20ഓ ഓർഡേഴ്സ് കിട്ടുന്ന ഒരു വെൻഡേഴ്സ് ഉണ്ടായാൽ മതി. നമ്മളെ സംബന്ധിച്ച് അത് ഒരു വലിയൊരു വരുമാനത്തിലേക്ക് എത്താനായിട്ട്. ഞാൻ നേരത്തെ 40 ഓർഡറാണ് പറഞ്ഞത്, പക്ഷെ ഡെയിലി ഒരു 100 ഓർഡർ എത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ 20 വില്ലേജും നിങ്ങൾ ഇങ്ങനെ അസ്യൂം ചെയ്യാം. നമ്മളൊരു ടാർഗറ്റ് വെക്കുകയാണല്ലോ ചെയ്യുക. ആദ്യം തന്നെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, അച്ചീവ് ചെയ്യേണ്ടത്. 5 രൂപയാണ് ഏറ്റവും ബെയർ മിനിമം ഒരു ഹബിന്റെ ഇപ്പോഴത്തെ പ്രോഫിറ്റ്. പക്ഷെ ഒരു ഏറ്റവും മിനിമം കവറിൽ നിന്നാണ് അത് കിട്ടുക. വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതിന്റെ സ്ലാബ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രാഫ്റ്റ് എഗ്രിമെന്റ് ചെയ്യുന്നതിന്റെ ഡ്രാഫ്റ്റിന്റെ ഒപ്പം നിങ്ങൾക്ക് അതിന്റെ സ്ലാബും കിട്ടും. ഈ 5 രൂപ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വെയിറ്റ് അടിസ്ഥാനത്തിൽ കൂടുന്ന പോലെ തന്നെ 20 വില്ലേജിൽ നിന്ന് 20 പാഴ്സൽ കളക്ട് ചെയ്യുന്ന 20 പോയിന്റുകൾ ഉണ്ടാക്കാൻ പറ്റും. അതല്ലെങ്കിൽ അതിന്റെ പകുതി. ഞാൻ പറഞ്ഞത് നേരത്തെ ആൾ ടുഗദർ ഒരു 40 ഓർഡേഴ്സിനെ കുറിച്ച് മാത്രമാണ്. പക്ഷേ ആൾ ടുഗദർ വരുന്ന ആ ഓർഡേഴ്സ് ഒരു 20 കൊറിയർ പോയിന്റിൽ നിന്ന് 20 ഓർഡേഴ്സ്, അത് അവർ ഫേസ്ബുക്കിലൂടെ എടുത്ത ഓർഡർ ആയിക്കോട്ടെ, പിക്കപ്പിന് വേണ്ടി എടുത്തതായിക്കോട്ടെ, സെക്കൻഡറി ആയിക്കോട്ടെ, പ്രൈമറി ആയിക്കോട്ടെ, എനിഹൗ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പിക്കപ്പിനും ഡെലിവറിക്കും എല്ലാം ഒരേ ചാർജാണ്. 5 രൂപ ഡെലിവറിക്കും 5 രൂപ പിക്കപ്പിനും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലിവറേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ കൊറിയറും ചെയ്യാം, അതുപോലെ തന്നെ ഇ-കൊമേഴ്സിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളവർക്കും ചെയ്യാം, അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി പോലുള്ള ഇപ്പൊ ഗ്രോസറി ഐറ്റംസ്, അങ്ങനെയുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് ഇപ്പൊ ഞങ്ങൾ ആദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ ഒരു വില്ലേജിലേക്ക് നമ്മളൊരു 200-250 ഓർഡറാണ് നമ്മൾ എടുത്തത്. അവിടുന്ന് ആ വില്ലേജിൽ നിന്ന് മാത്രം എടുത്തത്, ഒരു വില്ലേജിൽ നിന്ന് മാത്രം എടുത്തത്. അപ്പൊ 250 ഓർഡറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് നമുക്ക് ആ 250 ഓർഡറും നമുക്ക് പാലക്കാട് നിന്നാണ് ഡെലിവറി ചെയ്യേണ്ടത്. അവിടെ നിന്നാണ്, പാലക്കാട് നിന്നാണ് നമ്മളുടെ ഡെലിവറി പോയിന്റ് ഷിപ്മെന്റ് നടന്നത്. അത് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് കൊറിയർ ഹബ് ഇല്ലാത്ത പക്ഷം നമ്മൾ എന്തേ ചെയ്യുള്ളൂ, അവിടുന്ന് വണ്ടി എടുത്ത് പിന്നെ അത് ഒരു 3000-4000 രൂപയൊക്കെ മുടക്കിയിട്ട് അപ്പ് ആൻഡ് ഡൗൺ മുടക്കി അതിന്റെ അഡീഷണൽ പൈസയും കൊടുത്ത് ഡ്രൈവർ ബാറ്ററി ഒക്കെ കൊടുത്തിട്ട് വേണം അവിടെ കൊണ്ടെത്തിക്കാനായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓർഡർ നമ്മളെടുത്ത ഓർഡറാണ്, ഇത് ആര് ഡെലിവറി ചെയ്യും? അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം നമ്മൾ ആരെ മുന്നിലേക്ക് വെച്ചു? നിലവിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കൊറിയർ ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് നമ്മൾ ചെന്നു. സാർ, ഞങ്ങൾക്ക് ഇത്രയും ഓർഡേഴ്സ് വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും ഒരു ഏരിയയിലേക്ക്, ഇപ്പൊ ട്രിവാൻഡ്രത്തുള്ള ഒരു വില്ലേജിലാണ്, ആ ട്രിവാൻഡ്രത്തുള്ള വില്ലേജിൽ ഞങ്ങൾക്ക് ഇത്രയും ഓർഡർ വരുന്നുണ്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് ബെയർ മിനിമം, അവർക്ക് ഒരു പീസിന്റെ പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫിഗർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ 2 ഇരട്ടിയാണ്. കൊറിയർ ചാർജാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കി വരാനുള്ള ചെലവും പിന്നെ അതിനകത്തേക്ക് പ്രൊഡക്റ്റ് കണ്ടെത്താനുള്ള ചെലവും അത് മാനേജ് ചെയ്യാനുള്ള ചെലവും എല്ലാം കൂടെ നോക്കിയിട്ട് അഡീഷണൽ ഞാനൊരു ഷോപ്പും കൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചെലവ് കൊറിയർ ആയിട്ട് മാറുവാണ്. കൊറിയറിലെ ചെലവ് ഞാനിപ്പോൾ ഒരു ഫാനും ലൈറ്റും ഒക്കെ വെച്ച് ഷോറൂം പോലൊരു ഓഫീസ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെലവ് വരുമോ ആ ചെലവ് തന്നെ ഒരു പീസ് അയക്കാൻ വേണ്ടി, കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് കൊറിയർ ചാർജ് ആയിട്ട് മാറുകയാണ്. സോ ഒരിക്കലും അത് റിലയബിൾ അല്ല, നിലവിലുള്ള സംവിധാനത്തിൽ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ. പാവപ്പെട്ട ഈ പറയുന്ന കടക്കാരെ സംബന്ധിച്ച് അവരെല്ലാം ഇതിനകത്ത് തൊട്ട് കളിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം,
എങ്ങനെ നമുക്കത് മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിനാണ് നമ്മളുടെ കൊറിയർ ഹബ്ബ് അല്ലെങ്കിൽ കൊറിയർ പോയിന്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇത്രയും വലിയൊരു ബിസിനസ് നെറ്റ്വർക്കിങ്ങിന്റെ സാധ്യത ഉപയോഗിച്ച് നമുക്ക് അതിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ചും ഒക്കെ നല്ല രീതിയിലേക്ക് ഒരു പക്ഷെ ഒരു ക്വിക്ക് സ്കീം അല്ല, പെട്ടെന്ന് ഇന്ന് തുടങ്ങി നാളെ തന്നെ റെഡിയാക്കാൻ പറ്റുന്നതല്ല. ഒരു ഗ്രാജുവൽ വളർച്ച ഉണ്ടാവുള്ളൂ. അതായത് ആദ്യത്തെ ദിവസം എൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറയാം, ഒരു ദിവസത്തെ നമ്മുടെ ഓർഡർ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 10, 20, 5 അങ്ങനെയുള്ള ഒരു ഒറ്റ സംഖ്യയിലൊക്കെ ഒതുങ്ങിയിരുന്നു. പക്ഷെ ഇന്നത് 3 സംഖ്യയുള്ള രീതിയിലേക്ക് വന്നു. അതായത് 120, 150. ഇത് എടുക്കാനായിട്ട് ഞാൻ ആകെ എടുത്ത സമയം എന്ന് പറയുന്നത് ഒരു 3 മാസമാണ്. മോസ്റ്റ് പ്രോബ്ലി 3 മാസം എന്ന് പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്തു. ഒരു 2 മാസം കൊണ്ടൊക്കെ നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് എത്താൻ പറ്റും. സോ നിലവിൽ നമുക്ക് ഹബ്ബ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചുവാണെങ്കിലും കൊറിയർ പോയിന്റിനെ സംബന്ധിച്ച് ഹബ്ബ് ആയാലും ശരി, കൊറിയർ പോയിന്റ് ആണെങ്കിലും ശരി, അവരുടെ എല്ലാവരുടെയും ലൈവ്ലിഹുഡിലുള്ള ഒരു വരുമാനത്തിനുള്ള സ്രോതസ് എവിടെയുണ്ട്? മാർക്കറ്റിൽ തന്നെ ഉണ്ട്. മാർക്കറ്റിൽ പോയാൽ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങി നിന്നാൽ നമുക്ക് ഈ പറയുന്ന ഒരു നെറ്റ്വർക്കോട് കൂടിയിട്ട്, ഈ പറയുന്ന നെറ്റ്വർക്ക് ഉണ്ടെങ്കിലാണ് ഇവരൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഇരുന്നു, വേറൊരാൾ വേറെ സ്ഥലത്ത് ഇരുന്നു, ഇതൊന്നും നമുക്കൊരു കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത. പക്ഷേ ഇപ്പൊ നമുക്ക് ഈ മീറ്റിംഗിലേക്ക് ഏകദേശം 40 പേര് പങ്കെടുത്തിട്ടുണ്ട്. 40 പേരുടെ ശരിക്കും പറഞ്ഞാൽ ഓൾ കേരള നോക്കുവാണെങ്കിൽ ഹബ്ബ് എന്ന് പറയുന്നത് 33 ഹബ്ബിൽ ഏകദേശം ഒരു 25 എണ്ണം നമുക്ക് ചാലായിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കുറച്ച് അല്ലറ ചില്ലറ ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് വേണ്ടത് അവിടെ 75 ഹബ്ബിലേക്കാണ്. ആ 75 പേര് സോളിഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നിരവധി ബിസിനസ് അവസരങ്ങൾ കേരള മണ്ണിൽ സൃഷ്ടിക്കാൻ പറ്റും. ഇതിനാണ് നമുക്ക് ഈ ഒരു ഒത്തുചേരലും ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം. അതിനകത്ത് നമുക്ക് ആരൊക്കെ പെടും? നിലവിൽ പുതിയതായിട്ട് ബിസിനസ് ചെയ്യുന്ന, ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെ ബിസിനസ് ചെയ്യുന്ന ആ വ്യക്തികൾക്കും, അതുപോലെ തന്നെ നിലവിലുള്ള കച്ചവടക്കാര്, ഷോപ്പുകൾ, അവർക്കൊന്നും വലിയ രീതിയിൽ അറിയില്ല. പാക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് അവിടെ വെക്കും. ആ പാക്കിങ് കറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ പാക്കിങ് പോയി നമ്മൾ എടുത്താൽ മതി. അത് നമ്മൾ കൊണ്ട് കൊടുത്തു അതിന്റെ COD കൂടിയിട്ട്, ചിലപ്പോൾ അവരുടെ ഓർഡർ ആയിരിക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് COD മാത്രം ചെയ്താൽ മതി. മറ്റുള്ള കമ്പനികളിൽ 2%, 3% ഒക്കെ CODക്ക് വേണ്ടി വേറെ എക്സ്ട്രാ ചാർജ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊന്നും ഇല്ലാതെ ഓർഡർ എടുത്ത് കൊടുക്കാം. അയാളുടെ പാഴ്സലാണ്, അയാൾക്ക് കിട്ടിയ ഓർഡറാണ്, അയാൾക്ക് കിട്ടിയത് ഫേസ്ബുക്കിലൂടെയാണ്. പക്ഷേ ഇൻഫോമാൻ എന്ന് പറയുന്ന സക്സസ്ഫുൾ ആവുന്ന ഒരു പദ്ധതിയും കൂടെ ഇതിന്റെ ഒപ്പം റൺ ചെയ്യുന്നുണ്ട് റിച്ച് ഇന്ത്യൻസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിൽ പോയിട്ട് അയാളുടെ ആ പാഴ്സലിനുള്ള ഓർഡറുകൾ എടുക്കാനുള്ള ഒരു കോസ്റ്റ് ഇല്ലാതെ, അതായത് അങ്ങനെ ഒരു വലിയൊരു ബറ്റാലിയനെ ക്രിയേറ്റ് ചെയ്യാനും അതിനകത്തേക്ക് പൈസ മുടക്കാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ഫെസിലിറ്റേറ്റ് ഉപയോഗിക്കാൻ പറ്റും. കൊറിയർ ചെയ്യാൻ വന്നതാണ്, പക്ഷെ ആ കൊറിയറിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതയും കൂടെ നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ അകത്ത് ഓൾ ടുഗദർ. ഇനി എൻ്റെ ബാക്ക് ടു ദ പ്രസന്റേഷൻ, നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്, എങ്ങനെ നമുക്കിത് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാം, എങ്ങനെയാണ് ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്, ഹൗ ടു സ്റ്റാർട്ട്, നമുക്ക് എവിടെ നിന്നാണോ തുടങ്ങി നോക്കാം. ബേസിക് കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ഫോർമാറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് സൈറ്റിൽ കയറിയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ഫോർമാറ്റ് ആയിരിക്കും. രണ്ടാമത്തെ കേസ്, നിങ്ങൾക്ക് അപ്ഡേറ്റ് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഡോക്യുമെന്റേഷൻ ഉണ്ടാവും. ഇതാണ് നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് വരുന്നത്. ഓക്കെ, ഈ ഡാഷ്ബോർഡിലേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡോക്യുമെന്റേഷൻ ഉണ്ട്. ആ ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും നമുക്ക് അപ്രൂവൽ കിട്ടുക. പ്ലീസ് വെയിറ്റ് ഫോർ ദ അഡ്മിൻ അപ്രൂവൽ എന്ന് പറഞ്ഞിട്ട് നിൽക്കും. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഗവൺമെന്റ് അനുശാസിക്കുന്ന പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ വരുമ്പോഴും നമ്മളും ബാധ്യസ്ഥരാണ് ആ നിയമം പാലിക്കാനായിട്ട്. അതല്ലാതെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. എല്ലാം കൃത്യമായിട്ട് ഓൺ റോഡ് പ്രോസസ്സിൽ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് കമ്പനിക്ക് ഉദ്ദേശമുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റേഷൻ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് എഗ്രിമെന്റിന്റെ ഷോപ്പ് ഇമേജ് ബോർഡ്, അതുപോലെ തന്നെ അപ്ഡേറ്റ് ഓഫീസ് ലൈസൻസ്. നിങ്ങൾക്ക് ഒരു നിർബന്ധമായിട്ടൊരു ഓഫീസ് നിലവിൽ റൺ ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ പുതിയതായിട്ട് എടുക്കാന്നുള്ള പദ്ധതി ഒന്നും പറ്റത്തില്ല. നിലവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെന്റ് കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമായിരിക്കും ഈ ഒരു അവസരത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഉപകാരമുള്ളൂ. ഇല്ലാത്തവർക്ക് ഇതിനകത്ത് ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ നിലവിൽ പുതിയതായിട്ട് ഓഫീസ് എടുക്കാമെന്നോ ഷോപ്പ് എടുക്കാമെന്നോ പറയുന്നവർക്ക് ഈ ഒരു അവസരത്തിലേക്ക്, കാരണം വെച്ചാൽ ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ഇതിന്റെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്ത് വരാനുള്ള പാറ്റേൺ, അത് നിങ്ങൾ സർവേ ചെയ്യണം. നിങ്ങൾ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് നിങ്ങളെ കൃത്യമാക്കി കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഇതിനൊരു ടൈം പ്രോസസ് ആണ് എന്നുള്ളത് മനസ്സിലാവുമ്പോൾ ഇട്ടിട്ട് പോകാൻ പാടില്ല. അതിന്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നിലവിൽ ഷോപ്പ് ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് അതിന് കർശനമായിട്ട് അങ്ങനെ തന്നെ വേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഈ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുക.
ഈ ഒരു രീതിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അപ്ഡേറ്റഡ് പ്രൊഫൈലോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ 20 കൊറിയർ ഹബ് പോയിന്റുകൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് സംവിധാനം ഓപ്പൺ ചെയ്ത് കിട്ടും. സോ ഈ ഒരു കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് ഇനി നമുക്ക് നടത്തേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെലേക്ക് വരുന്നതിനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം. അതായത് നിലവിൽ ഉള്ള ഷോപ്പുള്ള ഒരു വ്യക്തിക്ക് അവരുടെ എഗ്രിമെന്റോട് കൂടിയിട്ട്, കമ്പനിയുടെ ഒരു എഗ്രിമെന്റോട് കൂടിയിട്ട് ഏകദേശം 50,000 രൂപയാണ് നമ്മുടെ ഇനീഷ്യൽ കോസ്റ്റ് ഇതിലേക്ക് വേണ്ടത്. ഈ 50,000 രൂപയിൽ 20% നമുക്ക് സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ ബാഗ് ഇതിനുള്ള കാര്യത്തിൽ ചിലവാണ്. അത് കഴിഞ്ഞ ശേഷമുള്ള എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ടബിളുമാണ്. പൈസ നമുക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഇൻ കേസ് ഇത് പറ്റിയില്ല എങ്കിൽ ആ പൈസ നമുക്ക് റീഫണ്ടബിളുമായിരിക്കും. ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഷോപ്പ് നിങ്ങൾക്ക് നിലവിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യുക. ആ എഗ്രിമെന്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, നിങ്ങളുടെ 20 വില്ലേജ് മുൻകൂറായിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ വില്ലേജിൽ അവൈലബിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ കഥ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കാരണം നിങ്ങളുടെ വില്ലേജ് ഓൾറെഡി വേറെ ആൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പിന്നെ കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു 20 വില്ലേജ് അവൈലബിൾ ആണോ, അത് നിങ്ങളുടെ താല്പര്യപ്രകാരമായിരിക്കണം. നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന വില്ലേജ് അല്ല, നിങ്ങളുടെ താല്പര്യപ്രകാരമുള്ള 20 വില്ലേജുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണോ എന്ന് നോക്കുക. ആ 20 വില്ലേജ്, കാരണം നിങ്ങളുടെ ഷോപ്പ് എവിടെയാണോ ഉള്ളത് ആ ഷോപ്പിന്റെ ചുറ്റളവിൽ നിന്ന് വളരെ അടുത്ത് നിൽക്കുന്ന 20 വില്ലേജുകൾ എടുക്കുക. ആ വില്ലേജുകളിലേക്ക് കൃത്യമായിട്ട് ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു സംവിധാനം ഉണ്ടോ എന്ന് നോക്കുക. ഇത് നിങ്ങൾക്ക് ഒരു ബൈക്കിൽ സ്റ്റാർട്ട് ചെയ്യാം. വലിയ വണ്ടിയൊന്നും ആദ്യം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആദ്യം നമുക്ക് ഒരു ബൈക്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ പ്രോഫിറ്റ് കിട്ടുമ്പോഴത്തേക്ക് ഒരു ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ഒരു ചെറിയ വാഹനമോ നമുക്ക് വാടകയ്ക്ക് എടുത്തുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ സ്വന്തമായിട്ടുള്ള വാഹനത്തെക്കുറിച്ചോ അതിനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ മതി. അപ്പൊ ഈ രീതിയിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനും ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്ത് നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വെൽക്കം ടു റിച്ച് ഇന്ത്യൻസ് ഫാമിലി. ഇത് നമുക്ക് ഒന്നിച്ച് നിന്ന് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. സോ അതുകൊണ്ട് പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആശയത്തെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അസോസിയേറ്റ് വിത്ത് അസ്. താങ്ക് യു. സാർ എവിടെ നിന്നാണ്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാനിത് പന്തളത്ത് സ്റ്റാർട്ട് ചെയ്യാനാണ് നോക്കുന്നത്. പന്തളം, ഓക്കെ. സാറിന് നിലവിൽ ഷോപ്പ് ഉണ്ടോ? നിലവിൽ എനിക്ക് കമ്പ്യൂട്ടർ സർവീസ് ആണ് ട്രിവാൻഡ്രത്തെ ഷോപ്പ് ഉള്ളത്. അപ്പൊ ഷോപ്പ് ഓഫീസായിട്ടാണോ ഉള്ളത്? പ്രിന്ററും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഓഫീസാണ് അല്ലെ? അല്ല, അത് സർവീസാണ്. നിലവിൽ സാറിന് ഒരു 20 വില്ലേജ് ചൂസ് ചെയ്തിട്ട് എനിക്കൊരു ഹബ്ബ് നോക്കാനാണ്. ഞാൻ ആ പന്തളം ഭാഗത്തൊരു ഹബ്ബ് ആണെങ്കിൽ നോക്കാന്നുള്ളത്. അതെ തന്നെ, ആ ഹബ്ബ് സാറിന്റെ ഓഫീസുള്ള ചുറ്റളവിൽ നോക്കിയിട്ട് അവിടെ ഒരു 20 വില്ലേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ പ്രോസസ് അതാണ്. ആദ്യം ഒരു 20 വില്ലേജ് സെലക്ട് ചെയ്യാം. ആ വില്ലേജ് അവൈലബിൾ ആണോ, എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്ന് നോക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ, എഗ്രിമെന്റിലേക്ക് പോകാനായിട്ട്. ഓക്കെ. അപ്പോൾ സാറിനെ സംബന്ധിച്ച് സാറിന് എടുക്കാൻ പറ്റുന്ന വില്ലേജ് ആണെന്ന് ഉറപ്പുവരുത്തുക. സാറിന് പോയി കളക്ട് ചെയ്യാനായിട്ടും ഡെയിലി ബേസിസിൽ അവിടെ റെഗുലർ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുവരുത്തുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് തിങ് 20 വില്ലേജ് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേരള ഹെഡ് നമ്മുടെ AGM പങ്കെടുക്കുന്നുണ്ട്. AGMന്റെ അടുത്ത് നിങ്ങൾ ആ 20 വില്ലേജ് അയച്ചു കൊടുക്കുക. ഓൾറെഡി അത് അവൈലബിൾ ആണ്. അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരും? അവിടെ പോയി കളക്ഷൻ എടുക്കേണ്ടി വരും, ഡെലിവറി ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ആവാത്ത വില്ലേജ് 20 വില്ലേജും നമുക്ക് ഇവിടുന്ന് കൺവേർട്ട് ആയിക്കൊള്ളൊന്നുമില്ല. 20 വില്ലേജ് നമ്മൾ ഇവിടുന്ന് കൺവേർട്ട് ആയിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഷോപ്പുകളിലേക്കുള്ള ലെറ്റേഴ്സോ അതിനുള്ള മാർക്കറ്റിംഗ് പ്രൊമോഷൻ രീതിയിലുള്ള കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ലെറ്റേഴ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ലീഡ്സ് എടുക്കും. നിങ്ങൾക്ക് ആ ലീഡ്സ് എടുത്ത് കമ്പനിയിലേക്ക് തരാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കൺവേർട്ട് ചെയ്ത് തരാൻ പറ്റും. ഈ രീതിയിലുള്ള സപ്പോർട്ട് ടെലികോളേഴ്സിൽ നിന്നുണ്ടാവും, അതുപോലെ തന്നെ ടീം മാനേജേഴ്സിൽ നിന്നുണ്ടാവും. ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പ്രൊഫൈൽ അപ്ഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്പനിയിൽ നിന്ന് തന്നെ അത് റൂട്ട് ചെയ്ത് തരും. അതിന്റെ സിസ്റ്റം ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ അത് റൂട്ട് ചെയ്ത് നോക്കും. സാർ നമസ്കാരം. നമസ്കാരം. നമ്മളെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ സാർ, നിലവിൽ ഷോപ്പ് നടത്തുന്നുണ്ടോ അതോ? ഞാൻ ചെറിയൊരു കമ്പ്യൂട്ടർ സെന്റർ നടത്തുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പിക്കപ്പ് പോയിന്റ് എന്ന് പറഞ്ഞില്ല, ഓരോ വില്ലേജിലും കൊടുക്കുന്ന ഓരോ പോയിന്റുകൾ. അതെ. അവരോട് നമ്മൾ എന്തെങ്കിലും ഫണ്ട് ഇത് രജിസ്ട്രേഷൻ ചാർജ് അങ്ങനെ എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് 1 ലക്ഷം രൂപയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി എമൗണ്ട് വേണ്ടത്. പക്ഷെ ആ 1 ലക്ഷം രൂപയെ നമ്മൾ തുടക്കത്തിൽ വേണ്ട, അവരുടെ COD ഒക്കെ കളക്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തും. ഒരു 6 മാസത്തിനുള്ളിൽ അവരുടെ COD കളക്ഷൻ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അവർ ആ ഫണ്ട് ലോഡ് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ സൈറ്റിലേക്ക് ലോഡ് ചെയ്യേണ്ട എമൗണ്ട് ആണ്.
അതിന് മുന്നോടിയായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, 10% ചെയ്തുകൊണ്ട് അവർക്ക് ചെക്ക് തരാം, കമ്പനിയിലേക്ക് ചെക്ക് തരാം. പൈസ ആയിട്ട് തരണമെന്നില്ല, ഒരു സെക്യൂരിറ്റി തന്നാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഈ പറയുന്ന കളക്ഷൻ എമൗണ്ട് അവർക്ക് കിട്ടുക, നിങ്ങൾക്കും അല്ല കിട്ടുക. നിങ്ങളെ സംബന്ധിച്ച് ആ പാഴ്സൽ കൊണ്ട് കൊടുക്കാൻ നേരത്ത് അവർ വാങ്ങിച്ചു വെക്കും. അവരത് കൊണ്ടുപോയിട്ടാണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നതെങ്കിൽ ആ കസ്റ്റമർ കൊടുക്കുന്ന സമയത്ത് അത് കിട്ടുന്നത് ഒരു 400 രൂപയുടെ പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു 500 രൂപയുടെ പ്രൊഡക്റ്റ് ആവാം, ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റ് ആവാം. ആ സമയത്ത് പൈസ ആരുടെ കയ്യിലേക്കാണ് കിട്ടുക, അവരുടെ കയ്യിലേക്കാണ് കിട്ടുക അല്ലെ. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ അവരുടെ വാലറ്റിലേക്ക് ഞാനിപ്പോ കാണിച്ചു തരാം, അവരുടെ വാലറ്റിലേക്ക് ആ എമൗണ്ട് ആഡ് ചെയ്യാം. ഇനീഷ്യലുള്ള 10,000 റുപ്പീസ് എന്നുള്ള രീതിയിലേക്കും അവർക്ക് ഈ പറയുന്ന വാലറ്റിലേക്ക് തന്നെയാണ് ആ പൈസ ആഡ് ചെയ്യാനും, അവർക്കത് ഡെലിവറി ചെയ്യാവുന്ന സമയത്ത് ഈ പറയുന്ന കളക്ഷൻ എമൗണ്ട് അവർക്ക് വിട്ടും. അവരെ കളക്ഷൻ പബ്ലിക്കിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുമ്പോൾ അവർ ഇത് ഈ എമൗണ്ട് മൈനസ്. ഇപ്പൊ ഇതിനകത്ത് നോക്കൂ, 20,147 രൂപ 85 പൈസ ഉണ്ട് അല്ലെ. ഇത്രയും പൈസ അവർക്ക് പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യാം. ആസ് എങ്ങനെയൊക്കെ ബില്ല് ചെയ്യുമ്പോൾ 100 രൂപയായിട്ട് കളക്ട് ചെയ്യാം. COD ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാൻ നേരത്ത് അവർക്കൊരു 500 രൂപയുടെ പ്രൊഡക്റ്റോ 600 രൂപയുടെ പ്രൊഡക്റ്റോ 1000 രൂപയുടെ പ്രൊഡക്റ്റോ അതെല്ലാം ഈ രീതിയിലേക്കുള്ളത് കളക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കളക്ഷൻ നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കളക്ഷൻ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നമുക്ക് അവരുടെ നിന്ന്, അല്ല ഈ 1 ലക്ഷം രൂപ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് വാങ്ങി വെക്കാണ്ടോ അല്ലെങ്കിൽ അവരിലേക്ക് വാങ്ങുന്ന ആവശ്യം ഇല്ല. നമ്മൾ ഈ പിന്നെ കളക്ഷൻ പോയിന്റിൽ പിക്കപ്പ് ആൻഡ് ഡെലിവറിക്ക് പിന്നെ എവരി പീസ് 5 റുപ്പീസ് ആണ് കൊടുക്കുന്നത്. അല്ല, ഒരു 250 രൂപയുടെ കവർ മുതൽ ഓക്കെ, നമുക്കൊരു ചെറിയൊരു പോക്കറ്റ് കവർ, അതായത് നമ്മുടെ ഒരു ചെറിയൊരു കവർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 5 റുപ്പീസ്. ഓക്കെ, പിന്നെ ഉള്ളതെല്ലാം വെയിറ്റ് അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഇപ്പൊ ഞാൻ ഇതിനകത്ത് കാണിച്ച കാൽക്കുലേഷൻ അതിന്റെ ഏറ്റവും മിനിമം കാൽക്കുലേഷൻ ആയ 5 രൂപ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. കാരണം ഇതിന്റെ സാധ്യത അത്രത്തോളം ഉണ്ടെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സാധ്യതയാണ് കേട്ടോ, ഇറ്റ്സ് നോട്ട് എ ഗ്യാരണ്ടി. ഓക്കെ, ഓപ്പർച്യൂണിറ്റി നെവർ ആക്ട്സ് ആസ് എ ഗ്യാരണ്ടി. നിങ്ങൾക്ക് അതിന്റെ സാധ്യത മനസ്സിലാവുന്നുണ്ട്, ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനകത്ത് പറയാൻ വേണ്ടി, അതൊന്നും ഒരു ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കാണിച്ചത്. 5 രൂപയുടെ കളക്ഷനാണ്, 5 രൂപയാണ് അതിനകത്തേക്ക് വരുന്നത്. ആ 5 രൂപ എന്നുള്ളത് മിനിമം വോളിയത്തിന്റെ ബേസിസിലാണ്. അവരൊരു 20 കിലോയുടെയോ അല്ലെങ്കിൽ 5 കിലോയുടെയോ 10 കിലോയുടെയോ 20 കിലോ വരെയാണ് നമുക്ക് തുടക്കത്തിൽ എടുക്കാൻ പറ്റുന്നത്. ആ 20 കിലോ വരെ ഉള്ളത് എടുക്കുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് വ്യത്യാസം ഉണ്ടാവും. ഈ ഹബിൽ നിന്ന് നിങ്ങൾ കമ്പനി പിക്കപ്പ് ചെയ്യണോ സാധനങ്ങൾ, എങ്ങനെയാണ്? അതെ, നമ്മൾ ഹബിലേക്ക് കളക്ട് ചെയ്തെടുക്കണം. ഹബിലേക്ക് നിങ്ങളുടെ 20 വില്ലേജ് ഏതാണോ ആ വില്ലേജിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കണം ഡെയിലി ബേസിസ്. അതിന്റെ വെഹിക്കിൾ ചാർജും പിന്നെ ഡെലിവറി ബോയുടെ എക്സ്പെൻസും ഒക്കെ നമ്മൾ കൊടുക്കണം. എല്ലാം അത് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, ഈ ഒരു കറക്റ്റ് കമ്മീഷനിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ ഓക്കെ, ശരി, ഓക്കെ. ഓക്കെ, സർ പറയൂ. ഞാൻ പാലക്കാട് നിന്ന് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി പോസ്റ്റ് ഓഫീസിന്റെ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഞാൻ അവിടുത്തെ കോൺട്രാക്ടറാണ്. പാലക്കാടിലെ ഒരു 5 MMS മോട്ടോർ മെയിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാനാണ്. നമുക്ക് ഓൾറെഡി ഹൈവേയില് കോഴമന്നത്ത്. എന്തേ നിങ്ങൾ അത്രയും പ്രിപ്പറേറ്ററി കമ്പനിയിൽ ഒഴിവാക്കുന്നത് എന്തോന്ന്? ഒന്നുമില്ല, അല്ല അത് ഓൾറെഡി ഡ്രൈവേഴ്സ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഡെലിവറി സെക്ഷനിലേക്ക് നമുക്ക് വരാന്ന് പറഞ്ഞെന്ന് മാത്രം. കൂടുതൽ പിൻകോഡ്സും നമുക്ക് MMSലുള്ള ഡ്രൈവർ, നിങ്ങൾ വണ്ടികളുടെ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നു. ഞാൻ കോൺട്രാക്ടറാണ്, MMS ഓപ്പറേറ്ററാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രത്തോളം. അതുകൊണ്ടാണ് സംശയങ്ങൾ ഉന്നയിക്കാതിരുന്നത്. അതെ, ശരി, മനസ്സിലായി. അപ്പോ ഇതിന്റെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷേ സാറിന്റെ അടുത്ത് എനിക്കത് വളരെ കൺവീനിയന്റ് ആയിട്ട് പറയാൻ പറ്റും. കാരണം വെച്ചാൽ എന്തൊക്കെയാണ് അതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ടൈമിംഗ് ആണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, സോ ഒരേ സമയത്ത് തന്നെയാണ് ഇതെല്ലാം. പിന്നെ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഈസ് മണി. ഓരോ സെക്കൻഡും നമുക്ക് പൈസ ചെയ്യാം. പക്ഷെ നമ്മൾ ആ സെക്കൻഡ് ആ ടൈമിംഗ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൗഡ് അല്ല നിങ്ങളുടെ 20 വില്ലേജ് ഫ്രാഞ്ചൈസി എടുക്കുന്നവര് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, ജസ്റ്റ് റീപ്ലേസ് ദം. ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ട കാര്യം. കാരണം വെച്ചാൽ വി വിൽ ഗെറ്റ് അനദർ ഓപ്ഷൻ ഫ്രം ദെയർ. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് ആദ്യം തന്നെ നിങ്ങൾ നോക്കി തന്നെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ സജഷൻസ് തരുവാണെങ്കിൽ നിങ്ങൾ ലീഡ്സ് എടുത്ത് തന്നാൽ മതി. ടെലികോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന്റെ പ്രൊഫൈൽ ഞാൻ ഇതില് ഒരുപാട് ഏകദേശം ഒരു 60ഓളം പോസ്റ്റ് ഓഫീസുകൾ പാലക്കാട് ജില്ലയിലെ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. വീക്ക്ലീസ് 1 ഡേ റൊട്ടീനായിട്ട് ഓരോ റൂട്ടിൽ പോകും. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് അവിടുത്തെ ആവശ്യങ്ങൾ, ഓഫീസ് പരമായിട്ട് ആവശ്യങ്ങൾക്ക് ഞാൻ പോകും. അപ്പോൾ അപ്പൊ ഇവിടെ എല്ലാം നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവർ ടൈം ടു ഡെലിവറി പാർസൽ ചെയ്ത് കൊടുക്കില്ല. അല്ലെങ്കിൽ അവർക്ക് അയക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ട്. അവിടെ പറയാം മൊബൈൽ എടുക്കില്ല. അപ്പൊ ചിലവർ പറയും പിക്കപ്പ്. ചില ലേഡീസുകളുണ്ട്
അവർക്ക് കുറെ ഇപ്പോ അവര് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വീട്ടില് റെസിഡൻസിൽ ഏറ്റവും കൂടുതൽ റെസിഡൻസിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇൻഫോമാനെ നമ്മൾ ലോൺ കൊടുത്തുകൊണ്ട് കാന്തി ഗ്രാം അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ഈ ലിക്വിഡ് ഫോമിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതൊക്കെ തന്നെയാണ് ആവശ്യം. നമ്മളിപ്പോ ആ. അതുപോലെ അതെ. പലരും പറയും ബാംഗ്ലൂർക്ക് എണ്ണ അയക്കാൻ പറ്റുമോ മകളുടെ അവിടേക്ക്. അപ്പൊ അവർക്ക് അതെ. അയക്കാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ എന്ത് പറ്റില്ല. ചോദിച്ചാൽ നമ്മൾ ആൾട്ടർനേറ്റീവ് വേറെ ആരെങ്കിലും കൊറിയേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അറേഞ്ച്